भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ ഷട്സപ്തതിതമോऽധ്യായ. ശ്രീശുക ഉവാച. അധാന്യദപി കൃഷ്ണസ്യ ശൃണു കർമാത്ഭുതം നൃപ. ക്രീഡാനരശരീരസ്യ യഥാസൗ ഭവതിർഹത. ശിശുപാലസഖഃ സാല്വോ രുക്മിണ്യുദ്വാഹ ആഗത. യദുഭിർനിർജ്യതഃ സംഘേ ജരാസന്ധാദയസ്തഥാ. ശാല്വപ്രതിജ്ഞാമകരോൽശൃണ്വതാം സർവഭൂഭുജാം. അയാദവീം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യത. ഇതി മൂഢപ്രതിജ്ഞായാ ദേവം പശുപതിം പ്രഭും. ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സകൃദ്ഗ്രസൻ. സംവത്സരാന്തേ ഭഗവാനാശുതോഷ ഉമാപതി. വരേണ ഛന്ദയാമാസ ശാല്വം ശരണമാഗതം. ദേവാസുരമനുഷ്യാണാം ഗന്ധർവോരഗരക്ഷസാം. അഭേദ്യം കാമഗം വവ്രേ സയാനം വൃഷ്ണിഭീഷണം. തഥേതി ഗിരിശാദിഷ്ടോ മയ പരപുരഞ്ജയ. പുരം നിർമ്മായ ശാല്വായ പ്രാതാൽ സൗഭമയസ്മയം. സലബ്ധ്വാ കാമഗം യാനം തമോധാമധുരാസദം. യയൗ ദ്വാരവതിം ശാല്വോ വൈരം വൃഷ്ണികൃതം സ്മരൻ. നിരുധ്യ സേനയാ ശാല്വോ മഹത്യാ ഭരതഋഷഭ. പുരീം ബഭഞ്ജോപവനാന്യുദ്യാനാനി ച സർവശാ. സഗോപുരാണി ദ്വാരാണി പ്രാസാദാട്ടാലതോളിക. വിഹാരൻ സവിമാനാഗ്ര്യാൻ നിപേതു ശസ്ത്രവൃഷ്ടയാ. ശിലാദ്രുമാംശ്ചാശനയാ സർപ്പാസാര ശർക്കര. പ്രചണ്ഡചക്രവാതോ ഭൂദ്രജസാച്ഛാദിതാ ദിശ. ഇത്യർദ്യമാനാ സൗഭേന കൃഷ്ണസ്യ നഗരീഭൃശം. നാഭ്യപദ്യതശം രാജം ത്രിപുരേണ യഥാമഹി. പ്രദ്യുമ്നോ ഭഗവാൻ വീക്ഷ്യ ബാധ്യമാനാ നിജാ പ്രജാം. മാ ഭൈഷ്ടേത്യഭ്യധാത് ധീരോ രഥാരൂഢോ മഹായശാം. സാത്യകിശ്ചാരുദേഷ്ണശ്ച സാംബോ ക്രൂരസഹാനുജ. ഹാർദിക്യോ ഭാനുവിന്ദശ്ച ഗതശ്ച സുഖസാരണൗ. അപരേ ച മഹേശ്വാസ രഥയൂഥപയൂഥപ. നിര്യയുർദംശിതാ ഗുപ്ത രഥേ ഭാഷ്യപദാദിഭിः. തതഃ പ്രവവൃതേ യുദ്ധം
ശാല്വാനാം യദുഭിः സഹ യഥാസുരാണാം വിബുധൈസ്തുമുലം ലോമഹർഷണം താശ്ച സൗഭവതേർമായാ ദിവ്യാസ്ത്രൈരുക്മിണീസുത ക്ഷണേന നാശയാമാസ നൈശം തമ ഇവോഷ്ണഗു വിവ്യാധ പഞ്ചവിംശത്യാ സ്വർണപുംഖൈരയോ മുഖൈ ശാല്വസ്യ ധ്വജനീപാലം ശരൈഃ സന്നതപർവഭി ശതേനാതാടയച്ഛാല്വമേകൈകേനാസ്യ സൈനികാൻ ദശഭിർദശഭിർനേതൃൻ വാഹനാനി ത്രിഭിസ്ത്രിഭിः തദദ്ഭുതം മഹത്കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മനാ ദൃഷ്ട്വാ തം പൂജയാമാസു സർവേ സ്വപരസൈനികാ ബഹുരൂപൈകരൂപം തദ്ദൃശ്യത്തെ ന ച ദൃശ്യത്തെ മായാമയം മയകൃതം ദുർവിഭാവ്യം പരൈരഭൂൽ ക്വചിൽ ഭൂമൗ ക്വചിത് വ്യോമ്നി ഗിരിമൂർധ്നി ജലേ ക്വചിൽ അലാതചക്രവത് ഭ്രാമ്യൽ സൗഭം തദ്ദുരവസ്ഥിതം യത്ര യത്രോപലക്ഷ്യേതാ സ സൗഭഃ സഹ സൈനികാ ശാല്വസ്തതസ്തതോ മുഞ്ജൻ ശരാൻ സാത്വതയൂഥപാ ശരൈരഗ്ന്യർക്കസംസ്പർശൈരാശീവിഷദുരാസദൈ പീഡ്യമാന പുരാണീക ശാല്വോ മുഹ്യൽ പരേരിതൈ ശാല്വാനീകവശസ്ത്രൗഘൈർവൃഷ്ണിവീരാഭൃശാർദിത ന തത്യജു രണം സ്വം സ്വം ലോകദ്വയജിഗീഷവ ശാല്വാമാത്യോദ്യുമാൻ നാമ പ്രദ്യുമ്നം പ്രാക് പ്രപീഡിത ആസാദ്യഗതയാ മൗർവ്യ വ്യാഹത്യ വ്യനദൽബലി പ്രദ്യുമ്നം ഗദയാ ശീർണവക്ഷസ്ഥലമരിന്ദമം അപോവാഹരണാൽ സൂതോ ധർമ്മവിദ്ദാരുകാത്മജ ലബ്ധസംജ്ഞോ മുഹൂർത്തേന കാർഷ്ണീ സാരഥിമബ്രവീൽ അഹോ അസാധ്വിതം സൂത യദ്രണാന്മേപസർപ്പണം ന യദൂനാം കുലേ ജാത ശ്രൂയത്തെ രണവിച്യുത വിനാമൽക്ലീബചിത്തേന സൂതേന പ്രാപ്ത കിൽബിഷാൽ കിം नु വക്ഷ്യേഭിസംഗമ്യാ പിതരൗ രാമകേശവൗ യുദ്ധാൽ സമ്യഗപക്രാന്ത പൃഷ്ടസ്തത്രാത്മനക്ഷമം വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ത്യോ ഭ്രാതൃജാമയ ക്ലൈബ്യം കഥം കഥം വീര തവാന്യൈ കഥ്യതാം മൃധേ സാരഥിരുവാച ധർമ്മം വിജാനതായുഷ്മൻ കൃതമേ തന്മയാ വിഭോ സൂത കൃച്ഛ്രഗതം രക്ഷേദ്രഥിനം സാരഥിം രഥി ഏതദ്വിദിത്വാ തു ഭവാൻ മയാപോവാഹിതോ രണാൽ ഉപസൃഷ്ട പരേണേതി മൂർച്ഛിതോ ഗദയാ ഹത. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശാല്വയാദവത് യുദ്ധനിരൂപണം നാമ ഷട്സപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീമദ് ഭാഗവതം, ആ ഭാഗവതത്തെ അറിയാൻ എന്ന അക്ഷരപൂജയായി നാം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 76-ാമത്തെ അധ്യായം, ദശമസ്കന്ധത്തിലെ 76-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്ത് ഇപ്പോൾ സമർപ്പിച്ചത്. അതിൽ ആദ്യത്തെ ചില ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ശ്രീശുബ്രഹ്മർഷി രാജസൂയ മഹായാഗം അത് ഭംഗിയായി വർണ്ണിച്ചു കൊടുത്തു പരീക്ഷിത്ത് മഹാരാജാവിന്.
ഭഗവാൻ രാജസൂയത്തിന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ സമയത്ത് അവിടെ സാല്വൻ എന്നും ശാല്വൻ എന്നും രണ്ട് രീതിയിലും ഇതിനെ ഈ പേര് പറയാറുണ്ട്. ശിശുപാലന്റെ കൂട്ടുകാരനായ ശാല്വൻ നടത്തിയ യുദ്ധത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ശിശുബ്രഹ്മർഷി പറയുകയാണ്, അധാന്യതപി കൃഷ്ണസ്യ ശൃണു കർമാത്ഭുതം നൃപ ക്രീഡാനര ശരീരസ്യ യഥാ സൗഭപതിർഹത. അധ അനന്തരം, അല്ലയോ പരീക്ഷത്തെ നൃപ, ക്രീഡാനര ശരീരസ്യ കൃഷ്ണസ്യ, ക്രീഡയായി ലീലയായി നരശരീരം മനുഷ്യ ശരീരത്തെ മനുഷ്യദേഹത്തെ സ്വീകരിച്ച ശ്രീകൃഷ്ണൻ അന്യത് ആ കൃഷ്ണന്റെ അന്യമായ മറ്റു പലതരത്തിലുള്ള അത്ഭുതം കർമ്മ അപി ആശ്ചര്യമായ പ്രവൃത്തിയെ ശൃണു കേട്ടാലും സൗഭപതി യഥാഹത ഏത് തരത്തിലാണ് ആ സൗഭപതി ശാല്വൻ കൊല്ലപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കൂ. ഏതു തരത്തിലാണ് ഭഗവാൻ ശാല്വനെ നിഗ്രഹിച്ചത്? ആരാണ് ശാല്വൻ എന്നാണ് അടുത്തതിൽ പറഞ്ഞത്. ശിശുപാല സഖ ശാല്വോ രുക്മിണ്യുദ്വാഹ ആഗത യദുഭിർനിർജിത സംഘേ ജരാസന്ധാദയസ്തഥാ. രുക്മിണ്യുദ്വാഹേ, രുക്മിണിയുടെ ആ കല്യാണത്തിൽ ആഗത വന്നവനും ശിശുപാല സഖ ശിശുപാലന്റെ കൂട്ടുകാരനും ആയ ശാല്വൻ സംഖ്യേ യുദ്ധത്തിൽ ജരാസന്ധാദയാ യഥ ജരാസന്ധൻ തുടങ്ങിയവരെ എങ്ങനെയാണോ തോറ്റത് അതേപോലെ തഥാ ആ തരത്തിൽ തന്നെ യദുഭി നിർജിത യദുക്കളാൽ ജയിക്കപ്പെട്ടു. ശിശുപാലന്റെ ഇഷ്ടനായ ശാല്വൻ രുക്മിണിയുടെ ആ സ്വയംവരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ജരാസന്ധാദികളെ എങ്ങനെയാണോ ബലരാമസ്വാമി തോൽപ്പിച്ചോടിച്ചത് അതേപോലെ ഈ ശാല്വനെയും തോൽപ്പിച്ചു. അങ്ങനെ യാദവന്മാര് ഇയാളിൽ വിജയം നേടി. ശാല്വപ്രതിജ്ഞാമകരോൽ ശൃണ്വതാം സർവഭൂഭുജാം അയാദവിം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യത. ക്ഷ്മാം അയാദവിം കരിഷ്യേ, ക്ഷ്മാം എന്ന് പറഞ്ഞ ഭൂമി, ഭൂമിയെ അയാദവിം യാദവന്മാരോടുകൂടി ഇല്ലാത്തതായിട്ട് യാദവന്മാരില്ലാത്തത് അയാദവിം കരിഷ്യേ ഇല്ലാത്തതാക്കി ഞാൻ മാറ്റും. മമ പൗരുഷം പശ്യത എൻ്റെ ആ ശൗര്യത്തെ പൗരുഷത്തെ നിങ്ങൾ കാണും എന്ന് സർവഭൂഭുജാം ശൃണ്വതാം ശാല്വ പ്രതിജ്ഞാം അകരോൽ. എല്ലാ രാജാക്കന്മാരും കേട്ടുകൊണ്ടിരിക്കെ ശാല്വൻ വലിയൊരു പ്രതിജ്ഞ എടുത്തു. രുക്മിണിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല തന്നെയും ജരാസന്ധൻ തുടങ്ങിയവരെയൊക്കെ തോൽപ്പിക്കുകയും ചെയ്തു. തന്നെയുമല്ല ഇപ്പോ ശിശുപാലനെ ശ്രീകൃഷ്ണൻ കൊന്നു. അങ്ങനെയാണ് ശാല്വൻ എല്ലാവരും കേൾക്ക ഒരു പ്രതിജ്ഞ ചെയ്തത്, ഈ ഭൂമിയിൽ യാദവന്മാരുടെ ഒരു തരി പോലും ഉണ്ടാവില്ല, യാദവ ബീജത്തെ പരിപൂർണമായി ഇല്ലാതെയാക്കും എന്ന് എല്ലാവരും കേൾക്കെ ഗംഭീരായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തു. ഇതി മൂഢ പ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭും ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സഹൃദ്ഗ്രസൻ. എങ്ങനെയാണ് ഈ ശാല്വൻ അതിനുവേണ്ടി എന്തു ചെയ്തു? മൂഢൻ ഇതി പ്രതിജ്ഞായ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ട് പ്രഭും ദേവം പശുപതിം എല്ലാത്തിനും ശക്തനായ സാക്ഷാൽ പശുപതിയായ മഹാദേവനെ, ദേവദേവനായ മഹാദേവനായ ശിവനെ, അല്ലയോ പരീക്ഷത്തെ, സകൃത് പാംസുമുഷ്ടിം ഗ്രസൻ ആരാധയാമാസ. ഈ തപസ്സിന്റെ പ്രത്യേകത എന്താ? ഏകവാരം ആഴ്ചയിൽ ആ പാംസുമുഷ്ടിം ഒരു മുഷ്ടി മൺപൊടി മാത്രം ഭക്ഷിച്ചും കൊണ്ട് തപസ് ചെയ്തു എന്നാണ്. അങ്ങനെ തപസ് ചെയ്യാൻ പറ്റുമോ? ശാല്വൻ അങ്ങനെയാണ് തപസ് ചെയ്തതെന്നാണ്. സാക്ഷാൽ ഭഗവാനെ തന്നെയാണ് താൻ ദ്വേഷിക്കുന്നതെന്നറിയാതെ ഭഗവാന്റെ തന്നെ ചൈതന്യമായ മഹാദേവനെ, കണ്ണനെ തോൽപ്പിക്കാൻ മുക്കണ്ണനെ തപസ്സു ചെയ്തു ആ മരമണ്ടൻ എന്നാണ്. മൂഢൻ, ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ശാല്വൻ ഇങ്ങനത്തെ പ്രതിജ്ഞ ചെയ്തു. സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാപതി വരേണ ഛന്ദയാമാസ ശാല്വം ശരണമാഗതം. ഭഗവാൻ ആശുതോഷ
ആശുതോഷൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദി, പെട്ടെന്ന് സന്തോഷിക്കുന്ന ഷഡ്ഗുണ പരിപൂർണനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ മഹാദേവൻ ഉമാപതി, പാർവതീ വല്ലഭനായിരിക്കുന്ന ഉമാകാന്തനായിരിക്കുന്ന മഹാദേവൻ ശരണാഗതം, തന്നെ ശരണം പ്രാപിച്ച ശാല്വം, ആ ശാല്വനെ സംവത്സരാന്തേ വരേണ ഛന്ദയാമാസ, ഒരു വർഷത്തെ തപസ്സുകൊണ്ട് ആ ഭജനം കൊണ്ട് ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടു, വരങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ചു എന്നാണ്. ശ്രീകൃഷ്ണദ്വേഷിയെക്കുറിച്ച് പ്രസാദിക്കാൻ ശിവന് ഇഷ്ടമില്ലാത്തതാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അതാണ് ആശുതോഷ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവന്റെ തപസ് ഒരു വർഷക്കാലം നീണ്ടു നിന്നു. അവസാനം ആ ശാല്വന് ചില വരങ്ങളൊക്കെ കൊടുത്തു. എന്താ വരം വേണ്ടത്? ദേവാസുര മനുഷ്യാണാം ഗന്ധർവോരകരക്ഷസാം അഭേദ്യം കാമകം വവ്രേ സയാനം വൃഷ്ണിഭീഷണം. വൃഷ്ണിഭീഷണം, വൃഷ്ണികളെ പേടിപ്പിക്കുന്ന ഒരു യാനം അവിടെ വരമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞു എന്നാണ്. ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, ഗന്ധർവന്മാര്, ഉരകങ്ങള്, രക്ഷസുകള്, ഇവർക്കൊക്കെ തന്നെ അഭേദ്യം കാമകം യാനം, അവർക്ക് ഭേദിക്കാൻ സാധിക്കാത്ത ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുന്ന കാമകം എന്ന ഒരു വിമാനം. മറ്റൊരു കാമകം നമ്മൾ കാണുന്നുണ്ട്. അതെപ്പോഴാ? ദേവഹൂതിയും കർദമ പ്രജാപതിയും കൂടിയുള്ള ആ വിവാഹം കഴിഞ്ഞിട്ടുള്ള ക്രീഡാരംഗങ്ങൾക്ക് അവർക്ക് സ്വർഗത്തിലൊക്കെ പോയി, സ്വർഗോദ്യാനങ്ങളിൽ, ദേവോദ്യാനങ്ങളിൽ, നന്ദനം, പുഷ്പഭദ്രകം തുടങ്ങിയ ദേവോദ്യാനങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാൻ പോയൊരു വിമാനം, അതിനും പേര് പറയുക കാമകം എന്നാണ്. കാമകം എന്ന് പറഞ്ഞാൽ ഇഷ്ടമനുസരിച്ച് പോകാൻ കഴിയുന്നത്. ഇവിടെയും അതേ, ദേവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ ഗന്ധർവന്മാർക്കോ ആർക്കും ഭേദിക്കാൻ കഴിയാത്ത, ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, വൃഷ്ണികളെ പേടിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വാഹനം വേണം നമ്മൾ. കാരണം ദേവന്മാർക്ക് ഭേദ്യമല്ലാതിരിക്കണം. ശ്രീകൃഷ്ണൻ ദേവനാണോ? അല്ലേ? ശ്രീകൃഷ്ണൻ ദേവനോ അസുരനോ മർത്യനോ സ്ത്രീയോ പുരുഷനോ ഒന്നുമല്ല. ഭഗവാൻ ചൈതന്യ സ്വരൂപനാണ്. മനുഷ്യൻ എന്ന ലക്ഷണത്തോടുകൂടി ക്രീഡാനര ശരീരസ്യ, ആദ്യം അങ്ങനെയാ പറഞ്ഞത്. അപ്പോ ആ ഭഗവാൻ അവതാരമൂർത്തിയാണ്. ദേവത്വാദി ലക്ഷണപൂർത്തിയോ മനുഷ്യ ലക്ഷണമോ ഒന്നും ഭഗവാനില്ല. അങ്ങനെ വൃഷ്ടികളെ ഭയപ്പെടുത്താൻ മാത്രമേ ഈ യാനം കൊണ്ട് സാധിക്കുള്ളൂ. സത്യത്തിൽ ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഏതായാലും ആ പ്രാർത്ഥന മഹാദേവൻ പറഞ്ഞു, തഥാസ്തു തഥേതി ഗിരിശാദിഷ്ടോ മയപരപുരഞ്ജയ പുരം നിർമായ ശാല്വായ പ്രാതാൽ സൗഭമയസ്മയം തഥാ ഇതി, അങ്ങനെ തന്നെ എന്ന് ഗിരിശാദിഷ്ട, ശിവനാൽ കൽപ്പിക്കപ്പെട്ട, പരപുരഞ്ജയ, ശത്രുപുരത്തെ ജയിക്കുന്ന മയൻ, അയസ്മയം സൗഭം പുരം നിർമായ, ലോഹമയമായിരിക്കുന്ന സൗഭം എന്ന പേരോടുകൂടിയ പുരത്തെ, അതാണ് സൗഭപതി എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കേട്ടത്. സൗഭപതിർഹത, സൗഭം എന്നാണ് ആ പുരത്തിന്റെ പേര്. അങ്ങനെയുള്ള ആ പുരത്തെ നിർമ്മിച്ചിട്ട് ശാല്വായ പ്രാതൽ, ശാല്വന് കൊടുത്തു എന്നാണ്. ശിവൻ മയന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ശിവാജ്ഞ അനുസരിച്ച് മയൻ ഇരുമ്പ് കൊണ്ടൊരു പുരം നിർമ്മിച്ചു. ആ പുരത്തിന് സൗഭം എന്ന് പേര്. അങ്ങനെ സൗഭത്തിന്റെ നായകനായതുകൊണ്ട് സൗഭപതി എന്ന് ശാല്വനെ വിളിക്കുന്നു. സലബ്ധ്വാ കാമഗം യാനം തമോധാമ ദുരാസദം യയൗ ദ്വാരവതിം ശാല്വോ വൈരം വൃഷ്ണികൃതം സ്മരൻ. തമോധാമ, അന്ധകാരത്തിന്റെ ആശ്രയം, ദുരാസദം, മറ്റുള്ള ആളുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത, കാമകം, ഇച്ഛയനുസരിച്ച് ഗമിക്കാൻ സാധിക്കുന്ന ആ യാനം ലബ്ധ്വ, ആ വാഹനത്തെ കിട്ടിയിട്ട് സ ശാല്വ, ആ ശാല്വൻ വൃഷ്ണികൃതം വൈരം സ്മരൻ, വൃഷ്ണികളാൽ ചെയ്യപ്പെട്ട വിരോധത്തെ ഓർത്തും കൊണ്ട് ദ്വാരവതിം യയോ, ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ ഒരു പട്ടണത്തിന്റെ സമ്പ്രദായത്തിലാണത്രേ ഈ വിമാനം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അത് അന്ധകാരമയം, ശാല്വന്റെ ഹൃദയഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന അന്ധകാരത്തിന്റെ ഒരു പ്രതിമ പോലെ
ഈ വാഹനത്തിൽ ഇരുന്നാൽ എങ്ങോട്ട് പോവുകയാണെങ്കിൽ പോവാം. ഒരു ഇന്ദ്രിയം കൊണ്ടും അതിനെ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അറിയാൻ സാധിക്കില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അങ്ങനെ അന്ധകാരാവൃതമായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. വൃഷ്ണികളുടെ നേരെ അവരെ മുഴുവൻ ഇല്ലാതെയാക്കണം. അയാദവിം കൃത്വ എന്ന് നേരത്തെ പറഞ്ഞു. ഈ ലോകത്തെ യാദവങ്ങാര് ഇല്ലാത്തതാക്കാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ദ്വാരകയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ദ്വാരകയിൽ ഭഗവാനുണ്ടോ? ഭഗവാനില്ല. അവിടെ പ്രദ്യുമ്നന്റെ നേതൃത്വത്തിലാണ് ദ്വാരക സംരക്ഷിക്കപ്പെടുന്നത്. നിരുദ്ധ്യ സേനയാ ശാല്യോ മഹത്യാ ഭരതർഷഭ പുരിം ബഭഞ്ജോപവനാനുദ്യാനാനി ച സർവശ. അല്ലയോ പരീക്ഷിത്തെ ഭരതർഷഭ, മഹത്യാ സേനയ വലിയ സൈന്യത്തോടുകൂടി ശാല്വൻ പുരിം നിരുദ്ധ്യ ദ്വാരകയെ നിരോധിച്ചിട്ട് ഉപവനാനി ഉദ്യാനാനി സർവശ ബഭഞ്ജ ഉപവനങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞു എന്നാണ്. പട്ടണത്തിന്റെ 4 ഭാഗത്തുള്ള ഉപവനങ്ങൾ, അതേപോലെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള തോട്ടങ്ങൾ, അതിനാണ് ഉദ്യാനം എന്ന് പറയുക. ഇവിടെ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളതിന് ഉപവനം, ഇവിടെ ഉദ്യാനം എന്ന് പറയുന്നു. അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞു. ആ ദ്വാരകയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പോകാൻ സാധിക്കില്ല. നമ്മൾ പറയാറില്ലേ, ഖരാവോ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഇതേപോലെ ശാല്വൻ സകലതിനെയും തടഞ്ഞു. സഗോപുരാണി ദ്വാരാണി പ്രാസാദാട്ടാലതോളികാ വിഹാരാൻ സ വിമാനാഗ്രാൻ നിപേതു ശസ്ത്രവൃഷ്ടയാ ശരമാരി. സ അവൻ, ആ ശാല്വൻ, സ ഗോപുരാണി ഗോപുരങ്ങളോടൊത്ത് അതിൻ്റെ ദ്വാരങ്ങളിലും പ്രവേശനദ്വാരങ്ങളിലും പ്രാസാദങ്ങൾ, അതേപോലെ തന്നെ ആ ഗൃഹങ്ങൾ, ഇതാണ് പ്രാസാദം, അട്ടാലങ്ങൾ, കാവൽപ്പുരകൾ, തോളികകൾ, കോട്ടമതിലുകൾ, മാളികകൾ, ക്രീഡാസ്ഥാനങ്ങൾ, ഇതിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് വിമാനത്തിലിരുന്നു കൊണ്ട് ശസ്ത്രവൃഷ്ടയാ നിപേതു, ശസ്ത്രവൃഷ്ടി ശരമാരി പെയ്തു അവിടെ എന്നാണ്. ശിലാദ്രുമാംശാശനയാ സർപ്പ ആസാര ശർക്കര പ്രചണ്ഡ ചക്രവാതോ ഭൂദ്രജസാച്ഛാദിതാ ദിശ. ശില കല്ലുകൾ, ദ്രുമ വൃക്ഷങ്ങൾ, അശനയ ഇടുത്തി, സർപ്പങ്ങൾ, ആസാര ശർക്കര കൽമഴ, പ്രചണ്ഡമായ ആ ചുഴലിക്കാറ്റ്, ഇതൊക്കെ ഉണ്ടായി. ദിക്കുകൾ പൊടി കൊണ്ട് രജസ ആച്ഛാദിത, പൊടി ഉയർന്നത് കൊണ്ട് ദിക്കുകൾ കാണാതെയായി എന്ന് പറയുന്നു. ശാല്വന്റെ മായാപ്രയോഗമാണ് ഇതിനൊക്കെ കാരണം എന്നാണ്. വിമാനത്തിന് മുകളിൽ നിന്ന് ജനങ്ങൾക്ക് മീതെ ശരവർഷം, കനത്ത കല്ലുകള്, വലിയ മരങ്ങൾ വന്ന് വീണു, ഇടുത്തിയ സർപ്പങ്ങൾ എന്ന് വേണ്ട, ദ്വാരക പേടിക്കാൻ തുടങ്ങി. ഇത്യർദ്യമാന സൗഭേന കൃഷ്ണസ്യ നഗരീഭൃശം നാഭ്യപദ്യതശം രാജം ത്രിപുരേണ യഥാമഹി. ഏതുപോലെ? ത്രിപുരേണ മഹീയഥ, ത്രിപുരനാൽ ഭൂമി എന്നതുപോലെ ആയിത്തീർന്നു ദ്വാരകയിലുള്ള ആളുകൾ. സൗഭേന ഭൃശം അർദ്യമാന, സൗഭം കൊണ്ട് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട കൃഷ്ണന്റെ ആ പുരി, ദ്വാരകാപുരി, പരീക്ഷത്തെ ഒട്ടും തന്നെ സുഖത്തെ ഉണ്ടായില്ല. അവരൊക്കെ വലിയ ദുഃഖമുള്ളവരായി മാറി, ദ്വാരകയിലുള്ള ആളുകൾ എന്ന് പറയുന്നു. ഈ സമയത്ത് പ്രദ്യുമ്നൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നു എന്നുള്ള ശ്ലോകമാണ് നമ്മൾ നാളെ അനുസ്മരിക്കുക. ഈ 12 ശ്ലോകങ്ങളോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രദ്യുമ്നന്റെ യുദ്ധം, ആ യുദ്ധത്തിൽ പ്രദ്യുമ്നൻ തോൽക്കുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാൻ സാധിക്കുക. ഇന്ന് ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിയോടുകൂടി ഈ അക്ഷരപ്പൂക്കളെ, ഈ ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസനയെ പൂജാമലർ പോലെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം.
ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.